ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷിന്റെ ജാതകത്തിൽ പെൺദോഷം ഉണ്ടെന്നും ആ ദോഷം കാരണമാണ് കിളിക്കൂട്ടിൽ സ്ത്രീകൾ വാഴാത്തതെന്നും സുഭാഷ് ആ വീട്ടിലുണ്ടെങ്കിൽ അനുജന്മാർക്കും ഒരു ജീവിതം ഉണ്ടാകില്ല എന്നൊക്കെ ഒരു ജോത്സ്യൻ പറയുകയാണ്. ഇതെല്ലാം കേട്ട് മനസ്സ് തകർന്ന സുഭാഷ് രാത്രി ഒരു കത്തെഴുതി വെച്ചിട്ട് കിളിക്കൂട്ടിൽ നിന്നും പോവുകയാണ്. ആ കത്ത് വായിച്ച് സുഭാഷ് എവിടെയാണെന്നറിയാതെ തകർന്നു നിൽക്കുകയാണ് നിധിയും സുധീഷും ഹരീഷും നികേഷും ഭാസ്കരനുമെല്ലാം. സുഭാഷിനെ അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടുവരാനായി നിധി എല്ലാവരെയും വീട്ടിൽ നിന്നും പറഞ്ഞു വിടുകയാണ്. ഹരീഷും നികേഷും ബൈക്കിൽ കയറി ടെൻഷനോടുകൂടി അവിടെ വന്ന് പോകുമ്പോൾ മറ്റൊരു ബൈക്ക് എടുത്ത് പിന്നാലെ പോവുകയാണ് സുധീഷ്. ഭാസ്കരൻ സൈക്കിളും എടുത്ത് അവിടെ വന്ന് പോകുന്നു. സുഭാഷിന്റെ കത്തും പിടിച്ച് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിധി. തുടർന്ന് എല്ലായിടത്തും അവർ സുഭാഷിനെ അന്വേഷിക്കുകയാണ്, കടകളിലും അറിയാവുന്ന ആൾക്കാരോടുമെല്ലാം. തുടർന്ന് പണിസ്ഥലത്തേക്ക് വന്ന ഹരീഷും നികേഷും സുഭാഷിനെ അവിടെയെല്ലാം അന്വേഷിക്കുന്നു. ജോലിക്കാരോടെല്ലാം സുഭാഷിനെ കുറിച്ച് ചോദിക്കുന്നു. അവർ പറയുന്നു, ഇന്നിവിടെ വന്നില്ലല്ലോ, ഞങ്ങൾ ആരും കണ്ടില്ല. സുധീഷ് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലെല്ലാം അന്വേഷിക്കുകയാണ്. നികേഷും ഹരീഷും ബസ്സുകളിലെല്ലാം കയറി അന്വേഷിക്കുന്നു. തുടർന്ന് സുഭാഷിന്റെ മറ്റൊരു പണിസ്ഥലത്തേക്ക് വന്ന് സുധീഷ് കരഞ്ഞുകൊണ്ടിറക്കെ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് അന്വേഷിക്കുകയാണ്. അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. തുടർന്ന് ബൈക്കിൽ വരുന്ന സുധീഷ് കാണുകയാണ് ആ വഴി വരുന്ന അവിനാശിനെ. ഭയ്യ എന്ന് വിളിച്ച് ആരെങ്കിലേക്ക് വന്ന് സുധീഷ് പറയുന്നു, രാവിലെ മുതൽ സുഭാഷ് ഏട്ടനെ കാണുന്നില്ല. ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു, ജോലി ചെയ്യുന്ന സ്ഥലത്തും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷെ എവിടെയും സുഭാഷ് ഏട്ടനെ കണ്ടില്ല. ഫോൺ വീട്ടിൽ വെച്ചിട്ടാ സുഭാഷ് ഏട്ടൻ പോയത്. സുഭാഷ് ഏട്ടൻ എവിടെയാണെന്ന് അവിനാശിന് അറിയാമോ? അപ്പോൾ അവിനാശ് പറയുകയാണ്, ഇല്ല സുധീഷ് ഭയ്യ, എനിക്കറിയില്ല. സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നത്? നിങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാ സൈറ്റിലും പോയി ഞാൻ നോക്കി, അവിടെയെങ്ങും സുഭാഷ് ഏട്ടൻ ഇല്ല. ഉറപ്പായും സുഭാഷ് ഏട്ടൻ ജോലിക്കാര്യവുമായി ബന്ധപ്പെട്ട് അവിനാശിനെ വിളിച്ചു കാണുമല്ലോ. അപ്പോൾ അവിനാശ് പറയുകയാണ്, ഇല്ല ഭയ്യ, ഇന്നലെ തന്നെ ഇന്ന് എന്തൊക്കെ ജോലി ചെയ്യണമെന്നാ പറഞ്ഞിട്ടാ പോയത്. സൈറ്റിൽ ജോലി നടന്നുകൊണ്ടിരിക്കുക. ജോലിക്കാർക്കുള്ള ഭക്ഷണവും വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇന്ന് ഇതുവരെയും സുഭാഷ് ഭയ്യെ വിളിക്കേണ്ട ആവശ്യം വന്നില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചുമില്ല. സുഭാഷ് ഭയ്യ സൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഭയ്യെ വിളിക്കാം. ഇത് കിട്ടുമെന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ അവിനാശിനെ വിളിക്കുകയോ അല്ലെങ്കിൽ സൈറ്റിലേക്ക് വരികയോ ചെയ്താൽ ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിളിച്ചറിയിക്കണം. സുഭാഷ് ഏട്ടനെ കാണുന്നില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾ എല്ലാവരും ഭ്രാന്ത് പിടിച്ചതുപോലെ അന്വേഷിക്കുക. അങ്ങനെ വിഷമത്തോടുകൂടി അവിനാശിന്റെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയുന്നു, ഭയ്യ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ എന്നെ ഉടനെ വിളിച്ചറിയിക്കണേ. ശരി ഭയ്യ എന്ന് പറഞ്ഞ അവിനാശ് അവിടെ വന്ന് പോകുമ്പോൾ അവിനാശിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ബൈക്കിൽ കയറി അവിടെ വന്ന് പോവുകയാണ് സുധീഷ്. തുടർന്ന് ഹരീഷ് ചോദിക്കുന്നു, എടാ നികേഷ്, സുഭാഷ് ഏട്ടന് ഇഷ്ടമുള്ള സ്ഥലത്തെ കുറിച്ച് എന്തെങ്കിലും നിന്നോട് പറയാറുണ്ടോ? അപ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ എവിടെ പോകാനാ? വീട് വിട്ടാ ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരും, അല്ലാതെ എങ്ങോട്ടും പോകില്ല. നമ്മൾ എല്ലായിടത്തും അന്വേഷിച്ചല്ലോ, സുഭാഷ് ഏട്ടൻ എവിടെ പോയിരിക്കുക? എനിക്ക് പേടിയാകുന്നു. നമ്മൾ എല്ലാവരും ഈ നാട് മുഴുവൻ അന്വേഷിച്ചില്ലേ, സുഭാഷ് ഏട്ടനപ്പം എവിടെ പോയതായിരിക്കും? ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, നീ പേടിക്കണ്ട, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണും സുഭാഷ് ഏട്ടൻ, നമുക്ക് കണ്ടെത്താം വാന്നും പറഞ്ഞ ഹരീഷ് നികേഷിനെ കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം ഭാസ്കരനും സുഭാഷിനെ എല്ലായിടത്തും അന്വേഷിക്കുകയാണ്. സുഭാഷിനെ അന്വേഷിച്ച് തളർന്നിരിക്കുന്ന ഭാസ്കരൻ ഓർക്കുകയാണ് ജോർസിന്റെ വാക്കുകൾ. ഈ ജാതകക്കാരന് പെൺദോഷമുണ്ട്. ഇയാളുള്ള വീട്ടില് ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റില്ല. ഇയാൾക്ക് മാത്രമല്ല, ഇയാളുടെ കൂടെപ്പിറപ്പുകൾക്ക് ആർക്കും കല്യാണം നടക്കില്ല. ശേഷം സൈക്കിളും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ഭാസ്കരൻ. തുടർന്ന് ടെൻഷനോടുകൂടി വീട്ടിലേക്ക് വരികയാണ് ഹരീഷും നികേഷും. നിധി ആകാംക്ഷയോടുകൂടി അവരുടെ അരികിലേക്ക് കൂടി വരുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി സുഭാഷ് ഏട്ടൻ വന്നോ? ഇല്ലടാന്ന് നിധി പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ, സുധീഷ് ഏട്ടൻ വിളിച്ചായിരുന്നോ? അപ്പോൾ നിധി പറയുന്നു, ഇല്ല. നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? അപ്പോൾ ഹരീഷ് പറയണ, ഇല്ല ഏട്ടത്തി, ഞങ്ങൾ സുഭാഷ് ഏട്ടനെ എല്ലായിടത്തും അന്വേഷിച്ചു, ആരോട് ചോദിച്ചാലും അറിയില്ല, കണ്ടില്ല എന്നൊക്കെയാ പറയുന്നത്. സുഭാഷ് ഏട്ടന് ഫ്രണ്ട്സ് ആരുമില്ല, ജോലി കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്കാ വരുന്നത്. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. ഒരുപക്ഷെ സുഭാഷ് ഏട്ടൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് കാണുമോ, സുധീഷ് ഏട്ടൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് ഏട്ടത്തിയെ വിളിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. ഈ സമയം വളരെ വിഷമത്തോടുകൂടി സുധീഷ് അവിടേക്ക് വരികയാണ്. അപ്പോൾ നിധി പറയുന്നു, സുധീഷ് വന്നല്ലോ. കണ്ടു നിറങ്ങിയ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സുധീഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്ത് പറ്റി സുധീഷ് ഏട്ടാ? പറ സുധീഷ് ഏട്ടാ, എന്താ ഇങ്ങനെ വന്നിരിക്കുന്നത്? സുഭാഷ് ഏട്ടൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞോ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഇല്ലടാ, സുഭാഷ് ഏട്ടൻ എവിടെയാണെന്ന് അറിയില്ലടാ. വിഷമം കാരണം ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോയതാണോ എന്ന് വിചാരിച്ച് ക്ഷേത്രങ്ങളിലെല്ലാം നോക്കി, ബസ്സിൽ നോക്കി, ബീച്ചിൽ നോക്കി, കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ പോയി നോക്കി, അറിയാവുന്നവരോടെല്ലാം അന്വേഷിച്ചു, അവിടെങ്ങും സുഭാഷ് ഏട്ടൻ ഇല്ലായിരുന്നു. സുഭാഷ് ഏട്ടനെ കാണാനില്ലാന്നോർത്ത് എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. സുഭാഷ് ഏട്ടന് വീട് വിട്ട ജോലി, അതിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ല. സൈറ്റിലെങ്കും സുഭാഷ് ഏട്ടൻ ചെന്നിട്ടില്ല. സുഭാഷ് ഏട്ടൻ എവിടെ പോയതായിരിക്കൂടാ. അങ്ങനെ സുധീഷ് കണ്ണു നിറഞ്ഞ് നികേഷിനെ നോക്കുമ്പോൾ നികേഷ് ഒന്നും മിണ്ടാതെ അവിടേക്ക് ഇരിക്കുകയാണ്. അപ്പൊ സുധീഷ് പറയുന്നു, നികേഷ് നീ കരഞ്ഞാലും കുഴപ്പമില്ല, നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേടി തോന്നുവാ. നികേഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, അങ്ങനെയൊന്നുമില്ല, സുഭാഷ് ഏട്ടൻ തിരിച്ചു വരുമ്പോൾ അവൻ ശരിയായിക്കോളും. സുഭാഷ് ഏട്ടൻ വരുവടാ. ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്തായി, സുഭാഷ് എവിടെയുണ്ടെന്ന് അറിഞ്ഞോ? ഇല്ലാതെ സുധീഷ് കൈമലർത്തി കാണിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഇവനൊരു ആണല്ലേ, പെണ്ണായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും കൂടെ ഓളി
ഒളിച്ചോടി പോയതാണെന്ന് വിചാരിക്കാമായിരുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, അവൻ അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല. അവൻ പോയാൽ എവിടെ വരെ പോകാനാ? അവൻ തിരിച്ചു വരും, അവന്റെ മനസ്സ് മാറി തിരിച്ചു വരും. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോയിരിക്കുമ്പോൾ നിധി പറയണ, നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ? പോലീസ് വന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കണ, പോലീസിലൊക്കെ കംപ്ലൈന്റ് കൊടുക്കണോ? അപ്പോൾ നിധി പറയണ, വേണ്ട ഹരീഷ്, പോലീസ് അന്വേഷിച്ചാൽ സുഭാഷേട്ടൻ എവിടെയാണെന്ന് അറിയാൻ പറ്റും. ഒരുപക്ഷെ സുഭാഷേട്ടൻ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയാലും ആ സ്റ്റേഷനിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കും. അങ്ങനെ നമുക്ക് സുഭാഷേട്ടനെ കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് സുഭാഷേട്ടനെ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് പോലീസിന്റെ സഹായം തേടിയേ പറ്റൂ. നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കാം. നമ്മൾ അന്വേഷിക്കുന്നത് പോലെ അവരും അന്വേഷിക്കുമല്ലോ. അപ്പോൾ സുധീഷ് പറയുകയാണ്, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തും പോയി അന്വേഷിച്ചു. അവിടെ എങ്ങും സുഭാഷേട്ടനില്ല. സുഭാഷേട്ടന്റെ ഫോട്ടോ കാണിച്ചു പോലും ചോദിച്ചു. ആരും സുഭാഷേട്ടനെ കണ്ടില്ലെന്നാ പറഞ്ഞത്. അപ്പോൾ നിധി പറയുകയാണ്, അവരവിടെ വന്ന സമയവും സുഭാഷേട്ടൻ അവിടെ വന്ന സമയവും വേറെ ആയിരിക്കുമല്ലോ. സുഭാഷേട്ടൻ ഇവിടെ നിന്ന് പോയ സമയം നോക്കി അവിടേക്കുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാമല്ലോ. അതൊക്കെ നമുക്ക് കാണണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തേ പറ്റൂ. ഇനി നിങ്ങൾ എന്താ ആലോചിച്ചിരിക്കുന്നത്? നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് അന്വേഷിക്കാം. പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. ഇത് കേട്ട് നികേഷ് ചോദിക്കണം, അപ്പൊ ശരിക്കും സുഭാഷേട്ടനെ കാണുന്നില്ലേ? പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നു. സുഭാഷേട്ടൻ എവിടെ പോയതായിരിക്കും? സുഭാഷേട്ടാ എവിടെ പോയതായിരിക്കും എന്ന് ചോദിച്ച് കണ്ടു നിറഞ്ഞ് ഭയത്തോടുകൂടി ഇരിക്കുകയാണ് നികേഷ്. എടാ നികേഷ്, ഒന്നും ഇല്ലടാന്ന് പറഞ്ഞ് സുധീഷും ഹരീഷും അരികിലേക്ക് ഓടിച്ചെന്ന് നികേഷിനെ ചേർത്ത് പിടിക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, അപ്പൊ സുഭാഷേട്ടൻ വരത്തില്ലേ? ഇത് കേട്ട് ഹരീഷ് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലടാ, സുഭാഷേട്ടൻ മടങ്ങി വരും. ഈ സമയം നികേഷ് വെള്ളം കുടിക്കുന്നു പറഞ്ഞ് നിധി വെള്ളം കൊണ്ടു കൊടുക്കുകയാണ്. നികേഷ് ആ വെള്ളം വാങ്ങിക്കുമ്പോൾ ഹരീഷ് നികേഷിനെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. നിധി പറയുന്നു, സുധീഷേ വാ, നമുക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് വരാം. ഹരീഷ്, നീ നികേഷിനെ നോക്കിക്കോണം. അപ്പോൾ ഹരീഷ് പറയുകയാണ്, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ നികേഷിന്റെ അടുത്ത് തന്നെ ഉണ്ടാകും. നികേഷ്, നീ കരയല്ലേ? നികേഷ് പൊട്ടിക്കരയുമ്പോൾ ചേർത്ത് പിടിക്കുകയാണ് ഹരീഷ്. ഇത് കണ്ട വിഷമത്തോടുകൂടി സുധീഷിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് നിധി. തുടർന്ന് അവർ ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ സുധീഷ് വളരെ വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ നിധി പറയുന്നു, സുധീഷ് ധൈര്യമായിട്ടിരിക്കെ. കണ്ടു നിറങ്ങിയ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിധി. എല്ലാം തലവിധി. സുധീഷിന്റെ കയ്യിൽ പിടിച്ച് നിധി പറയുകയാണ്, സുധീഷേ വാ, നമുക്ക് അകത്തേക്ക് പോകാം. ഇത് കേട്ട് സുധീഷ് കണ്ണീര് തുടയ്ക്കുമ്പോൾ വാദം പറഞ്ഞ് സുധീഷിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് പോവുകയാണ് നിധി. തുടർന്ന് കോൺസ്റ്റബിളിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, സർ, ഞങ്ങളുടെ ചേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. കോൺസ്റ്റബിൾ പറയുന്നു, SI സാർ അവിടെയുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് കാണാൻ. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന SI അവരെ അരികിലേക്ക് വിളിച്ചിട്ട് ഇരിക്കാനായി പറയുകയാണ്. തുടർന്ന് SI ചോദിക്കുന്നു, എന്താ കാര്യം? അപ്പൊ നിധി പറയുന്നു, എന്റെ പേര് നിധി, ഇത് സുധീഷ്, എന്റെ ഹസ്ബൻഡാ. ഞങ്ങളുടെ ചേട്ടനെ രാത്രി മുതൽ കാണാനില്ല, കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാ ഞങ്ങൾ. SI ചോദിക്കുന്നു, ചേട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചേട്ടനാണോ അതോ ഇയാളുടെ ചേട്ടനാണോ? അപ്പോൾ നിധി പറയുകയാണ്, സുധീഷിന്റെ ചേട്ടനാ, എനിക്കും ചേട്ടൻ തന്നെയാ. ഇത് കേട്ട് SI ചോദിക്കുന്നു, അയാളുടെ പേരെന്താ? നിധി പറയുന്നു, സുഭാഷ്, മേശരിയായിട്ട് ജോലി ചെയ്യുക. SI ചോദിക്കുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്തിനാ അയാള് വീട് വിട്ടു പോയത്? അപ്പോൾ നിധി പറയുകയാണ്, സർ, ഇന്നലെ രാത്രി വരെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്നില്ല, വീട് വിട്ടു പോവുകയാണെന്ന് ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയത്. ആ ലെറ്റർ കയ്യിലുണ്ടോന്ന് SI ചോദിക്കുമ്പോൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നിധി ആ ലെറ്റർ SIയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ലെറ്റർ വായിച്ചു നോക്കി SI ചോദിക്കുന്നു, ഇന്നലെ വീട്ടിൽ എന്താ സംഭവിച്ചത്? നിധിയും സുധീഷും വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ SI ചോദിക്കാണ്, എന്താ നിങ്ങളിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത്? ഇന്നലെ വീട്ടിൽ എന്താ സംഭവിച്ചെന്ന് മറച്ചു വെക്കാതെ എന്നോട് പറഞ്ഞാലേ ശരിയായ രീതിയിൽ എനിക്ക് അന്വേഷിക്കാൻ പറ്റൂ. അപ്പൊ നിധി പറയുകയാണ്, സർ, സുഭാഷേട്ടന് കുറച്ചു നാളായിട്ട് കല്യാണാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു, ഒന്നും ശരിയായില്ല. ഇന്നലെ ഒരു കല്യാണാലോചന വന്നു. അവർ വൈകിട്ട് വീട്ടിലേക്ക് വന്നു. പെണ്ണിന്റെ വീട്ടുകാർ ഒരു ജോർസിനെയും കൂട്ടിക്കൊണ്ടാ വന്നത്. ജോർസിൻ ജാതകം നോക്കിയിട്ട് പറഞ്ഞു, സുഭാഷേട്ടന്റെ ജാതകത്തിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വീട്ടിൽ നല്ലതൊന്നും സംഭവിക്കാത്തതെന്ന് പറഞ്ഞു. അവിടെയുള്ള ഒരു കോൺസ്റ്റബിൾ പറയുകയാണ്, സർ, ഇവരുടെ വീട്ടിൽ സ്ത്രീകൾ വാഴില്ല. SI ചോദിക്കുന്നു, എടോ താൻ എന്താ ഈ പറയുന്നത്? അപ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ്, സർ, ആ വീടിന്റെ ദോഷമാണത്. അവരുടെ അച്ഛൻ ഒരു കൊല ചെയ്ത് ജയിലിൽ പോയിട്ട് വന്ന ആളാ. അപ്പോൾ നിധി പറയുകയാണ്, സർ പ്ലീസ്, ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാ. അതിനെ കുറിച്ച് സംസാരിക്കാതെ ഞങ്ങളുടെ കുടുംബത്തെ പറ്റി മോശമായി സംസാരിക്കുന്നത് എന്തിനാ? ഇതൊക്കെ ശരിയാണോ? SI കോൺസ്റ്റബിളിനോട് പറയുന്നു, എടോ താനൊന്നും മിണ്ടാതിരിക്കും, നിങ്ങൾ പറയൂ. അപ്പോൾ നിധി പറയുകയാണ്, സുഭാഷേട്ടനാ ഏറ്റവും മൂത്ത ആൾ. സുഭാഷേട്ടനാണ് കല്യാണാലോചനകൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ വന്ന ജോർസിയൻ സുഭാഷേട്ടൻ കാരണമാണ് വീട്ടിൽ ആരുടെയും കല്യാണം നടക്കാത്തത്. സുഭാഷേട്ടൻ എന്തോ ദോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അതോർത്ത് സുഭാഷേട്ടൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ ലെറ്റർ എഴുതി വെച്ചിട്ട് വീട് വിട്ടുപോയി. ഇത് കേട്ട് SI പറയുകയാണ്, ശരി, അയാളുടെ ഫോട്ടോ കയ്യിലുണ്ടോ? ഉണ്ട് സാർ എന്ന് പറഞ്ഞ് നിധി സുഭാഷിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. SI ചോദിക്കുന്നു, ഇയാൾക്ക് എത്ര വയസ്സുണ്ട്? അപ്പോൾ നിധി പറയുകയാണ്, സർ, ഇത് ഒരു 31 വയസ്സ് കാണും. കോൺസ്റ്റബിളിന്റെ അരികിലേക്ക് വിളിച്ച് സുഭാഷിന്റെ ഫോട്ടോ കൊടുത്ത് SI പറയുന്നു, ഈ ഫോട്ടോ സ്കാൻ ചെയ്ത് എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചു കൊടുക്കണം. ശരി സാർ എന്ന് പറഞ്ഞ ഫോട്ടോയും വാങ്ങി കോൺസ്റ്റബിൾ അവിടെ നിന്ന് പോകുമ്പോൾ SI ചോദിക്കുന്നു, നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചോ? അറിയാവുന്നവരോടും ബന്ധുക്കളുടെ വീട്ടിലും ഫ്രണ്ട്സിന്റെ വീട്ടിലും ഒക്കെ? ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ല സാർ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷേട്ടൻ എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം അന്വേഷിച്ചു സാർ. സുഭാഷേട്ടൻ അവിടെ എങ്ങുമില്ല, എവിടെ
എങ്ങനെ പോയെന്നും അറിയില്ല. സുഭാഷ് ചേട്ടന് ജോലി കഴിഞ്ഞാ വീട്. അങ്ങനെ വലിയ ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല. ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു. കണ്ടുപിടിക്കാൻ പറ്റിയില്ല സർ. അതുകൊണ്ടാ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാമെന്ന് കരുതി വന്നത്. ഒന്ന് ആലോചിച്ച SI ചോദിക്കുന്നു, സുഭാഷ് ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു? ഇത് കേട്ട് ഭയത്തോടു കൂടി ഇരിക്കുകയാണ് നിധിയും സുധീഷും. സുധീഷിനെ നോക്കിയിട്ട് നിധി പറയുന്നു, ഇല്ല സർ, സുഭാഷ് ചേട്ടൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കണ്ണു നിറങ്ങിയ സുധീഷ് പറയുകയാണ്, സർ ഇങ്ങനെയൊക്കെ പറഞ്ഞ പേടിപ്പിക്കരുതേ സർ. എന്റെ സുഭാഷ് ചേട്ടനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണം പ്ലീസ് സർ. അങ്ങനെ കരഞ്ഞ് കൈകൂപ്പുകയാണ് സുധീഷ്. ഇത് കേട്ട് SI പറയുന്നു, സുധീഷ് നിങ്ങളുടെ ചേട്ടൻ ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയത്. വീട്ടിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങളായിട്ട് വിവാഹാലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും സുഭാഷിന്റെ കല്യാണം നടന്നില്ല. പോരാത്തതിന് സ്ത്രീകൾ വാഴാത്ത വീടെന്നുള്ള ചീത്തപ്പേരുമുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ ചേട്ടന്റെ ജാതകദോഷമാണെന്ന് ജോർജൻ പറഞ്ഞിട്ട് പോയിരിക്കുന്നു. മനസ്സ് തകർന്ന സുഭാഷ് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ആഴ്ച ഇതുപോലൊരു കേസ് വന്നായിരുന്നു. അയാളും ഇങ്ങനെ ഒരു പ്രശ്നം കാരണമാണ് കാണാതായത്. ഞങ്ങൾ അയാളെ അവിടെയെല്ലാം അന്വേഷിച്ചു. അവസാനം വീടിനടുത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ അയാളെ കണ്ടെത്തി. നിങ്ങളുടെ വീടിനടുത്തോ കിണറുണ്ടോ? ഇത് കിട്ടി ഭയത്തോടുകൂടി ഇരിക്കുകയാണ് സുധീഷ്. കണ്ടു നിറങ്ങിയ നിധി പറയുന്നു, സർ ഇല്ല സർ. അപ്പോൾ സുധീഷ് പറയുകയാണ്, സർ സുഭാഷ് ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ നിധി പറയുകയാണ്, സർ സുഭാഷ് ചേട്ടൻ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കില്ല. ഇത് കേട്ട SI പറയുകയാണ്, എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ലായിരിക്കും. പക്ഷേ പോലീസ് എന്ന നിലയിൽ എനിക്ക് അങ്ങനെ ചിന്തിച്ചേ പറ്റൂ. ഫ്രണ്ട്സ് സ്വന്തം ബന്ധങ്ങൾ ഒന്നുമില്ലെന്ന് പറയുന്നു. അറിയാവുന്ന സ്ഥലത്തെല്ലാം അന്വേഷിച്ചു പറയുന്നു. ശരി, നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി തന്നിട്ട് പോ, ഞങ്ങൾ അന്വേഷിക്കാം. അപ്പൊ നിധി പറയുകയാണ്, സർ പ്ലീസ് സർ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്ക്. സുഭാഷ് ചേട്ടനെ കാണാനില്ലെന്ന് അറിഞ്ഞ നിമിഷം മുതൽ വീട്ടിലെല്ലാവരും മനസ്സ് തകർന്നിരിക്കുക. അപ്പോൾ SI പറയുകയാണ്, ഞങ്ങൾ അന്വേഷിക്കാം. ഒരു ദിവസം കാണാനില്ല എന്നുള്ള കേസ് തന്നെ 5-6 വരും. ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി തന്നിട്ട് പോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഇത് കിട്ടി നിധി കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയാണ്. ഈ സമയം കണ്ടു നിറങ്ങി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് സുധീഷ്. നിധി സുധീഷിനെ ശ്രദ്ധിക്കുന്നില്ല. സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി വന്ന സുധീഷ് കരഞ്ഞുകൊണ്ട് പറയുന്നു, സുഭാഷ് ചേട്ടൻ പോയി, എന്റെ സുഭാഷ് ചേട്ടൻ പോയി. സുധീഷ് ഓർക്കുന്നു SIയുടെ വാക്കുകൾ. അയാൾ മരിക്കാൻ പോവുകയാണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അയാൾ മനസ്സ് തകർന്ന എന്തെങ്കിലും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാനാ? നിങ്ങളുടെ വീടിനടുത്തോ കിണറുണ്ടോ? തുടർന്ന് കുറച്ചങ്ങോട്ടേക്ക് മാറിയിരുന്ന് സുധീഷ് സുഭാഷ് ചേട്ടാന്ന് വിളിച്ച് പൊട്ടിക്കരയുകയാണ്. കംപ്ലൈന്റ് എഴുതി കൊടുത്ത് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നിധി ചുറ്റും നോക്കുന്നു. പെട്ടെന്ന് നിധി കാണുകയാണ് കുറച്ചപ്പുറത്തായിരുന്ന പൊട്ടിക്കരയുന്ന സുധീഷിനെ. സുധീഷ് പറയുന്നു, സുഭാഷ് ചേട്ടാ ഞങ്ങളെ വിട്ടിട്ട് എവിടെ പോയതാ? അരികിലേക്ക് വന്ന നിധി പറയുന്നു, സുധീഷ് കരയാതെ, സുഭാഷ് ചേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടും. കരയരുതെന്നല്ലേ പറഞ്ഞത്? അവിടെ വന്നെഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് സുധീഷ് പറയുകയാണ്, നിധി SI പറഞ്ഞത് കേട്ടില്ലേ, സുഭാഷ് ചേട്ടൻ ജീവിതം അവസാനിപ്പിച്ചു കാണുമെന്ന്. അപ്പൊ നിധി പറയുകയാണ്, അങ്ങനെയല്ല സുധീഷ്, പോലീസ് എല്ലാ രീതിയിലും ആലോചിക്കില്ലേ, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. അതൊന്നും സുധീഷ് കാര്യമാക്കി എടുക്കണ്ട. അപ്പോൾ സുധീഷ് പറയുകയാണ്, നിധി ആ SIയുടെ ചോദ്യം എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. വീടിനടുത്ത് കിണറുണ്ടോ, അതിൽ നോക്കിയോ, റെയിൽവേ ട്രാക്കിൽ നോക്കിയോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതൊക്കെ അവര് ചോദിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിധി. സുഭാഷ് ചേട്ടൻ അങ്ങനെ ചെയ്യുമോ? ഇത് കേട്ട് നിധി പറയുകയാണ്, സുഭാഷ് ചേട്ടനെ പറ്റി നമുക്കറിയില്ലേ, സുഭാഷ് ചേട്ടൻ അങ്ങനെ ചെയ്യുമോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, ഇവര് പറയുന്നതൊക്കെ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല നിധി. ഇന്നലെ നിധി എന്നോട് പറഞ്ഞതാ സുഭാഷ് ചേട്ടനെ ശ്രദ്ധിക്കണമെന്ന്, ഞാനത് കേട്ടില്ല. അങ്ങനെ സുധീഷ് പൊട്ടിക്കരഞ്ഞ് തന്റെ കരണ തടിക്കുകയാണ്. സുധീഷിന്റെ കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞോണ്ട് നിധി ചോദിക്കുന്നു, സുധീഷ് എന്തേ ചെയ്യുന്നത്? പൊട്ടിക്കരഞ്ഞ സുധീഷ് പറയുകയാണ്, നിധി പറഞ്ഞത് ഞാൻ കേട്ടില്ല. രാത്രി ഉറങ്ങാതെ സുഭാഷ് ചേട്ടനെ ഞാൻ നോക്കണമായിരുന്നു. നിധി വിഷമത്തോടുകൂടി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ നിധിയുടെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയുകയാണ്, സുഭാഷ് ചേട്ടനോട് ചിരിച്ച് സംസാരിച്ച് സമാധാനിപ്പിച്ചു. എപ്പോഴത്തെയും പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ അതെല്ലാം മറക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ സുഭാഷ് ചേട്ടൻ ലെറ്റർ എഴുതി വെച്ചിട്ട് വീട് വിട്ടു പോകുമെന്ന് ഞാൻ സത്യമായിട്ടും ചിന്തിച്ചില്ല നിധി. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഞാൻ സുഭാഷ് ചേട്ടന്റെ അടുത്ത് തന്നെ ഇരുന്നേനെ. അപ്പൊ നിധി പറയുകയാണ്, പ്ലീസ് സുധീഷ് കരയല്ലേ. അപ്പൊ സുധീഷ് പറയുകയാണ്, ഇവര് പറഞ്ഞതുപോലെ സുഭാഷ് ചേട്ടൻ ഒരു തെറ്റായ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല നിധി. അങ്ങനെ നിധിയുടെ കൈ തട്ടിമാറ്റി സുധീഷ് പൊട്ടിക്കരഞ്ഞ അവിടേക്ക് ഇരിക്കുമ്പോൾ അരികിലേക്കിരുന്ന കയ്യിൽ പിടിച്ചുകൊണ്ട് നിധി പറയുന്നു, സുധീഷ് കരയല്ലേ, സുഭാഷ് ചേട്ടൻ തിരിച്ചു വരും. സുഭാഷ് ചേട്ടാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് നിധിയുടെ തോളിലേക്ക് ചായുകയാണ് സുധീഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിധി പറയുന്നു, സുഭാഷ് ചേട്ടന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. നിധി എന്റെ സുഭാഷ് ചേട്ടൻ എന്ന് പറഞ്ഞ് സുധീഷ് ഉറക്കെ കരയുമ്പോൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് നിധി പറയുകയാണ്, സുധീഷ് പറയുന്നത് കേക്ക്, സുഭാഷ് ചേട്ടന് ഒരു കുഴപ്പമില്ല. സുഭാഷ് ചേട്ടൻ തിരിച്ചു വരും. നമ്മളെ വിട്ടുപോകാൻ സുഭാഷ് ചേട്ടന് കഴിയില്ല. പോലീസുകാര് പറയുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത് സുധീഷ്, സുഭാഷ് ചേട്ടന് ഒന്നും പറ്റില്ല. നിധിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, സുഭാഷ് ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ സുഭാഷ് ചേട്ടനല്ലേ, എന്ത് പറഞ്ഞാലും സുഭാഷ് ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. സുഭാഷ് ചേട്ടന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നിധി. സുഭാഷ് ചേട്ടൻ ഒരു ദിവസം എന്റെ കൂടെ ഇല്ലാതെ വന്നപ്പോൾ ഈ ലോകം തന്നെ നിന്നു പോയതുപോലെ എനിക്ക് തോന്നുവാ നിധി. കരകൊണ്ട് നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ചേട്ടൻ ഒന്നും അറിയില്ല നിധി. സുഭാഷ് ചേട്ടൻ എവിടെയുണ്ടെന്നറിയാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ഉണ്ട് നിധി. എവിടാണ്, എങ്ങനാണ്, ഏത് അവസ്ഥയിലാണ്, ഇതൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. ഞങ്ങൾക്ക് സുഭാഷ് ചേട്ടൻ ഉള്ളത് കൊണ്ട് അതൊരു വീടായി തോന്നിയിട്ടുള്ളത്. സുഭാഷ് ചേട്ടനില്ലാതെ ആ
വീടിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നിധി. പ്ലീസ് സുധീഷ് കരയാതെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, വീട്ടിലേക്ക് ചെന്നാൽ ഉടനെ എടാ സുധീഷ് നീ കഴിച്ചായിരുന്നോ? നീ നന്നായി കഴിച്ചു കാണില്ല, വാ ഇരിക്ക്, ഞാൻ ഭക്ഷണം എടുത്തു തരാന്ന് പറഞ്ഞ് എന്നെയും എന്റെ അനിയന്മാരെയും സുഭാഷ് ഏട്ടൻ മക്കളെ പോലെയാ നോക്കിയത്. ഇപ്പം സുഭാഷ് ഏട്ടൻ ഇല്ലാതെ ആ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാ പോകുന്നത്? സുധീഷ് ഒന്നുമില്ലാന്ന് പറഞ്ഞ് നിധി സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ സുധീഷ് വീണ്ടും സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് നിധിയുടെ തോളിലേക്ക് ചായുകയാണ്. കരഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ച നിധി പറയുന്നു, സുധീഷ് ഒന്നുമില്ല, കരയല്ലേ. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച കൊച്ചു കുട്ടികളെ പോലെ കരയുകയാണ് സുധീഷ്. കരഞ്ഞുകൊണ്ട് നിധിയും സുധീഷിനെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുന്നു. പെട്ടെന്ന് കുറച്ചിങ്ങോട്ടേക്ക് മാറിയിരുന്ന സുധീഷ് ചോദിക്കണ്ട, നിധി ഇവരൊക്കെ പറയുന്നത് പോലെ സുഭാഷ് ഏട്ടൻ മരിച്ചു കാണത്തൊന്നുമില്ലല്ലോ? നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ ഇത്, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, ഇവിടെ വരുന്നത് വരെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ല നിധി. ഇവരെല്ലാവരും പറഞ്ഞത് കേട്ടതിന് ശേഷം എനിക്ക് ഭയം തോന്നുവാ നിധി. എന്റെ സുഭാഷ് ഏട്ടന് എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ സുധീഷ് കരഞ്ഞുകൊണ്ട് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന നിധി പറയുന്നു, സുധീഷ് പേടിക്കാതെ, സുഭാഷ് ഏട്ടൻ ഒന്നും പറ്റില്ല. അപ്പോൾ സുധീഷ് പറയുകയാണ്, നിധി സുഭാഷ് ഏട്ടൻ വീട് വിട്ടു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷെ സുഭാഷ് ഏട്ടൻ ആ വീട് വിട്ടു പോയില്ലേ? പോലീസുകാർ പറയുന്നതൊക്കെ സത്യമായാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല നിധി. തോളിൽ കൈവച്ച് നിധി പറയുന്നു, പ്ലീസ് സുധീഷ് കരയാതെ, സുഭാഷ് ഏട്ടൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. സുഭാഷ് ഏട്ടൻ നികേഷിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. പിന്നെ സുഭാഷ് ഏട്ടന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. വിഷമത്തിലായിരിക്കും വീട് വിട്ടു പോയത്. ഇപ്പൊ പോലും സുഭാഷ് ഏട്ടൻ നമ്മളെ കുറിച്ചായിരിക്കും ചിന്തിക്കുക. നമ്മളില്ലാതെ സുഭാഷ് ഏട്ടന് മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല. സുഭാഷ് ഏട്ടൻ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. പോലീസുകാർ പറഞ്ഞതൊക്കെ കേട്ട് സുധീഷ് കരയണ്ട, പ്ലീസ് സുധീഷ്, അവര് പറയുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. സുധീഷ് കരഞ്ഞോണ്ട് ചോദിക്കുന്നു, നിധി സുഭാഷ് ഏട്ടൻ എവിടെ പോയതാ? വാ ഇരിക്കെന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ച് അവിടേക്ക് ഇരുത്തി ഒരു കടയിൽ നിന്നും കുറച്ച് വെള്ളം വാങ്ങി സുധീഷിന് കൊടുക്കുകയാണ് നിധി. വേണ്ട നിധി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, കുടിക്ക് സുധീഷ്, കുറച്ച് വെള്ളം കുടിച്ചാൽ മതി. വെള്ളം കുടിച്ച് കണ്ണു നിറഞ്ഞ് സുധീഷ് ഓർക്കുകയാണ് സുഭാഷുമായുള്ള നല്ല നിമിഷങ്ങൾ. സുധീഷിന്റെ കണ്ണീര് തുടച്ച് നിധി പറയുന്നു, എന്താ സുധീഷ് ഇത്? സുഭാഷ് ഏട്ടൻ തിരിച്ചു വരും. നാളെ ഈ സമയം സുഭാഷ് ഏട്ടൻ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. നമ്മൾ പഴയതുപോലെ സന്തോഷമായിട്ട് ജീവിക്കും. ഞാൻ പറയുന്നത് വിശ്വസിക്കും സുധീഷെ, മറ്റൊന്നും ആലോചിക്കണ്ട. ഉറപ്പായിട്ടും സുഭാഷ് ഏട്ടൻ മടങ്ങി വരും, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ സുധീഷ് പറയുകയാണ്, എന്റെ സുഭാഷ് ഏട്ടൻ പാവമാ. തോളിൽ കൈവച്ച് നിധി പറയുകയാണ്, സുധീഷ് ഇനി കരയല്ലേ, വാ നമുക്ക് പോകാം. അങ്ങനെ സുധീഷിനെയും കൂട്ടി ഓട്ടോയിൽ കിളിക്കൂട്ടിലേക്ക് പോവുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്